അമ്മ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങളാണ് പാടാറുണ്ടായിരുന്നത്. ബാബുരാജ് മാഷിന്റെ കൂടെയുള്ള ഗാനങ്ങളാണ്. നമുക്ക് ആദ്യം അതിനെപ്പറ്റി ഒന്ന് ആ വഴി. അത് ബാബുരാജ് എല്ലാം കുറച്ച് ഹിന്ദി സ്റ്റൈലായിട്ടിരിക്കും. അതുകൊണ്ട് തളിരിട്ട കിനാക്കൾ, സൂര്യകാന്തി, ഇതെല്ലാം കൂടെ ഒരു കൊച്ചു സ്വപ്ന, അതെല്ലാം കൂടെ കുറച്ച് ഹിന്ദുസ്ഥാനി സ്റ്റൈൽ ചേർന്നിരിക്കും അല്ലേ. തളിരിട്ട കിനാക്കൾ അത് നമുക്കൊന്ന് കേട്ടാൽ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. അങ്ങനെ പിന്നെ വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു ഈ പാട്ട് കുറച്ച് ഹിന്ദുസ്ഥാനി സ്റ്റൈലായിട്ട് തന്നെ ആയിരിക്കും. പിന്നെ അഞ്ഞനെ കണ്ണെഴുതി കുറച്ച് നമ്മുടെ കർണാടക ക്ലാസിക്കൽ വാഗചാർത്ത് കഴിഞ്ഞൊരു ദേവൻ, വാഗചാർത്തതല്ല അല്ലേ. എത്രയോ സാങ്സ് എല്ലാം പാടി. പിന്നെ വേറെ ഹിന്ദി സാങ് കൂടെ मैं तो घुंघरू बंधो रे गिरिधारी, അങ്ങനെ ഒരു പാട്ട് ചെയ്തു. ഈറനുടുത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, ഇതുകൂടെ അങ്ങനെ ആയിരിക്കും. ആരാധികയുടെ പൂജാ കുസുമം ദൂരെയറിഞ്ഞോ ദേവൻ, പാപിയെ വെളിയിൽ തള്ളി അമ്പല ഗോപുര വാതിലടച്ചല്ലോ. തേടുന്നതാരെ തേടുന്നതാരെ ശൂന്യതയിൽ ഈറൻമിഴികളെ നിങ്ങൾ തേടുന്നതാരെ തേടുന്നതാരെ. അമ്മ, ഈ ഒരു ഗാനം പാടുമ്പോൾ എങ്ങനെയാണ് ആ സംഗീത സംവിധായകൻ്റെ അയാളുടെ ഒരു സ്റ്റൈല് എങ്ങനെയാണ് പെട്ടെന്ന് ഇംബൈബ് ചെയ്യാൻ കഴിയുന്നത്? അവർ പാടി ഒരു പ്രാവശ്യം പാടി കാട്ടുമല്ലേ, അവർ പാടിയ പിൻപ് അത് ഒബ്സർവ് ചെയ്യും അവരെങ്ങനെ പാടുന്നു എന്ന്. ഓരോ സംഗീത സംവിധായകരുടെയും ശൈലികൾ തമ്മിൽ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പോൾ ബാബുരാജ് മാഷിൻ്റെ ശൈലി അല്ല സലിൽ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് വ്യത്യസ്തങ്ങളായ ശൈലികൾ ഒരു ഗായിക എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്? ഗായിക എന്നാൽ ഏത് സാങ് കൊടുത്താലും പാടണം, അത് തന്നെ ഒരു സിംഗർ. ഏത് ടൈപ്പ് സാങ് കൊടുത്താലും പാടണം. ഇപ്പോൾ എത്രയോ ക്ലബ്ബ് സാങ്സ് എല്ലാം പാടി തമിഴിലെ. ഹേ രാജ കടിക്കാതിങ്ക മന്ദിരിക്ക പോരേ എந்திരിച്ചു വാങ്ങ പൊന്നാപ്പിളാതാരി രാജ കന്നത്തിലെ ഹേ രാജ ഹേ കടിക്കാതിങ്ക. സലിൽ ചൗധരി സാറുമായിട്ടുള്ള അമ്മയുടെ ഗാനങ്ങൾ വളരെ വേറൊരു തലത്തിലുള്ള ഗാനങ്ങളാണ്. കാണാക്കുയിലെ പാടു അല്ലേ, അത് റെക്കോർഡിങ്ങിലെ ഒരു അതെന്താ കാണാക്കുയിലെ അങ്ങനെ റേസ് ആയിട്ട് വാല്യൂം പാടണം. കാണാക്കുയിലേ എങ്ങനെ വന്നു പാടു പാടു നീ കാവുകൾ പൂത്തു താഴ്വരയാകെ താഴമ്പു ചൂടി ആഹാ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. അതുപോലെ സലിൽ സാറിന്റെ പാട്ടുകളിൽ ഈ സംഗതികളുടെ ഒരുപാട് ഊട്ടങ്ങളുള്ള സ്വരങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളുള്ള ശാരിക എന്നുള്ള പാട്ട് അല്ലേ? ആദ്യമായിട്ട് ശാരിക തന്നെ ഞാൻ പാടി സലിൽ ചൗധരിയുടെ.
റെക്കോർഡിങ് പോയപ്പോൾ വീട്ടിൽ പാടിയപ്പോൾ ലിറിക്കില്ല, പാട്ട് ട്യൂൺ മാത്രം ലല്ലലാന്ന് പാടി കൊടുത്തു. സ്റ്റുഡിയോക്ക് പോയപ്പോൾ ലിറിക്സ് എല്ലാം ഉണ്ടല്ലേ. അവർ ONV കുറുപ്പാണ് എഴുതിയത്. അവർ വന്നിട്ടില്ല, റെക്കോർഡിങ്ങിന് വന്നിട്ടില്ല. വന്നാൽ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ ട്യൂൺ ഇങ്ങനെ ഇരിക്കുന്നു, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, എന്നാൽ ലിറിക് റൈറ്റർ അഡ്ജസ്റ്റ് ചെയ്യും. അവർ വന്നില്ലല്ലോ. ഇവർ തത്തക്കാരൻ ഡിഫറൻ്റായിട്ടിരിക്കുന്നു. ശാരികെ ഫസ്റ്റ് ലെറ്റർ ദീർഘം വരുന്നു. അവർ ട്യൂൺ എങ്ങനെ ഫസ്റ്റ് ലെറ്റർ ദീർഘമല്ല സെക്കൻഡ് ലെറ്റർ ദീർഘം എങ്ങനെ പാടുന്നത്? പാടാം. ശാരികയെ സെക്കൻഡ് ലെറ്റർ ദീർഘം ഇരുന്നാൽ എങ്ങനെ വരും? വരുന്നില്ല. മാതളപ്പൂ പല്ലവി. ശാരിക ഓക്കെ. ശാരികേ ശാരികേ അതുവരെ ഓക്കെ. മദളപ്പൂ പോലൊരു മനസം ഞാനിന്നു കണ്ടു അരും കാണാതെ പൂ പാടുന്നു. അത് എന്താണ് മദാളപ്പൂ? എങ്ങനെ പാടുന്നത്? ഞാൻ ഇത് മദാളപ്പൂ എന്ന് പാടാൻ പറ്റില്ല, അങ്ങനെ പാടാൻ പാടില്ല. മാതളപ്പൂ തന്നെ. അങ്ങ് ഹൗ കൻ മാതളപ്പൂ മൈത്തക്കാരും ട എന്ന് പറയുന്നു. ട പിന്നെ കുറച്ച് നേരം കഴിച്ച് എനിക്കൊരു ഐഡിയ വന്നു. നിങ്ങൾ തെറ്റായിട്ടെടുക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുമെന്ന്. ആഫ്റ്റർ ബീറ്റ് എടുക്കൂ സാങ്. ഇത് സമ്മത്തിലേ ഉണ്ട്. മാതളപ്പൂ പോലൊരു എന്ന് പാടിയാൽ ഫസ്റ്റ് ലെറ്റർ ദീർഘം വരും. അങ്ങനെ പാടിയാൽ നല്ലതായിരിക്കും. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു ആരും കാണാൻ അങ്ങനെ പാടുന്നവർ. അപ്പോൾ വളരെ സന്തോഷമായി അവർക്ക്. അപ്പോൾ അങ്ങനെ വെച്ചു. ആക്സെപ്റ്റ് ചെയ്തല്ലേ പാവം. കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. എൻ്റെ ഗുരുനാഥൻ MB ശ്രീനിവാസൻ സാറാണ്. വളരെ നല്ല സോങ്സ് എല്ലാം പാടി. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ എന്നുള്ളത് തന്നെ ജാനകി അമ്മയാണ് തോന്നുന്നു. എന്നോട് തന്നെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ജാനകി അമ്മ പാടുന്ന ഭാവത്തിൽ വേറെ ആരും പാടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ MBS സാറുമായിട്ടുള്ള അനവധി ഗാനങ്ങളുണ്ട്. ഏറ്റുമാനൂരമ്പലത്തിൽ അത് നാഷണൽ അവാർഡ് ഗാനമാണ്. തമിഴിലെ ഒരു സാങ് PB ശ്രീനിവാസനാണ് പാടിയത്. വളരെ ഹിറ്റ് സാങ് ഉണ്ട്. പാതൈ തെരിയുത് പാർ. അത് തെന്നങ്കീത്ത് ഊഞ്ചലിലേ തെன்றലിൽ നീന്തിടും ഓലയിലേ ചിട്ടുക്കുരുവി ആടുത് തൻ പെട്ടை തുണയെ തേടുത്. ഞാൻ അങ്ങനെ പറയും. ചിട്ടുക്കുരുവി അത് പല്ലവി എല്ലാം മേൽ വയസ്സ്, ചരണമല്ല ഫീമെയിൽ വയസ്സ്. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ അങ്ങനെ വരും. അത് കമുകര പുരുഷോത്തമ ക്രോമാറ്റിക് നോട്ട്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് കൂടെ ചിരിക്കാൻ 1000 പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ